നമസ്കാരം. ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എല്ലാ കാര്യത്തിലുമുള്ള അവരുടെ കൃത്യതയും വാശിയുമാണ്. അവരൊരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അത് വാശിയോടെ തന്നെ കൃത്യമായി ചെയ്തെടുക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകാറില്ല. അതിന് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് അവർ ആദ്യം ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ദൃഢനിശ്ചയമാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ആളുകളെ മോചിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇസ്രായേൽ കടുത്ത നിലപാട് തന്നെയാണ് അന്ന് സ്വീകരിച്ചത്. പല ബന്ദികളുടെയും മൃതദേഹങ്ങളാണ് ഒടുവിൽ അവർക്ക് ലഭിച്ചത്. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യത പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് മറ്റൊരു സംഭവത്തിലാണ്. 40 വർഷം മുമ്പ് ലെബനനിൽ വെച്ച് കാണാതെ പോയ അവരുടെ ഒരു വ്യോമസേന പൈലറ്റിൻ്റെ മൃതദേഹം തേടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ലെബനനിൽ അതിശക്തമായ തോതിലുള്ള തെരച്ചിലും ആക്രമണവും നടത്തുന്നത്. റോൺ ആരാദ് എന്നാണ് ഇയാളുടെ പേര്. ഇദ്ദേഹം പൈലറ്റായിരുന്ന യുദ്ധവിമാനത്തെ 1986 ഹിസ്ബുള്ള തീവ്രവാദികൾ ലെബനനിൽ വെടിവെച്ചിടുകയായിരുന്നു. കൃത്യമായി ആ വിമാനം അന്ന് തകർന്ന് വീണ സ്ഥലത്തിന് സമീപമുള്ള സെമിത്തേരിയിലേക്കാണ് കഴിഞ്ഞ ദിവസം 4 ഹെലികോപ്റ്ററുകളിലായി ഇസ്രായേൽ സൈന്യം എത്തിയത്. അവിടെ ആകെ അവർ വളരെ വിശദമായി തന്നെ പരിശോധിച്ചുവെങ്കിലും ഇയാളുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒന്നും തന്നെ അവിടെ കണ്ടെത്താനായിട്ടില്ല. റോണിൻ്റെ മരണത്തെക്കുറിച്ച് നിരവധി വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പിന്നീട് ഇസ്രായേലിന് ലഭിച്ചത്. വിമാനം താഴ്ന്നു വീണപ്പോൾ തന്നെ ഇദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് വിമാനം താഴ്ന്നു വീണപ്പോൾ റോൺ രക്ഷപ്പെട്ടിരുന്നു എന്നും ഇദ്ദേഹത്തെ പിടികൂടിയ ഹിസ്ബുള്ള പിന്നീട് ജയിലിലെത്തിക്കുകയും അവിടെ വെച്ച് ക്രൂരമായ പീഡനങ്ങളെ തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനത്തിൻ്റെ, അന്തസ്സിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ആ മൃതദേഹം നാട്ടിലെത്തിച്ച് വിരോചിതമായ രീതിയിലുള്ള സംസ്കാരം നടത്താനാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ റോൺ ആരാദിൻ്റെ ഈ ലെബനനിലെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഏതോ വളരെ പ്രധാനപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ദൗത്യവുമായിട്ടാണ് അദ്ദേഹം ലെബനനിലേക്ക് പോയത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം ഹിസ്ബുള്ള തീവ്രവാദികൾ വെടിവെച്ചിട്ടത് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇനിയും പുറത്തുവിട്ടില്ലാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ റോണിൻ്റെ മൃതദേഹം കണ്ടുകിട്ടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ടുള്ള തുടരന്വേഷണങ്ങളൊക്കെ നടത്താം എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഏതായാലും തങ്ങളുടെ പൈലറ്റിൻ്റെ മൃതദേഹത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ലെബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടതും. ലെബനനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള തീവ്രവാദികളുടെ എക്കാലത്ത് ഒരു ബാധ്യത തന്നെയായിരുന്നു. അവിടെ വലിഞ്ഞു കയറിയെത്തി അവിടുത്തെ വീടുകളും ഓഫീസുകളും ഒക്കെ തന്നെ തങ്ങളുടെ ആയുധപുരകളാക്കിയ ഹിസ്ബുള്ള തീവ്രവാദികൾ ആ രാജ്യത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്നതിലും നശിപ്പിക്കുന്നതിലുമൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഈ ഹിസ്ബുള്ള തീവ്രവാദി സംഘടന തന്നെയായിരുന്നു. ഹിസ്ബുള്ളയുടെ പരമോന്നതരായ നേതാക്കൾ പലരും ഇപ്പോഴും താമസിക്കുന്നത് ലെബനനിൽ തന്നെയാണ്. അതിൽ ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ളവരെ നേരത്തെ ഇസ്രായേൽ വധിച്ചിരുന്നു. എങ്കിലും ഇപ്പോഴും ഹിസ്ബുള്ള തീവ്രവാദി സംഘടനയ്ക്ക് ലെബനനിൽ ശക്തമായ വേരുകളുണ്ട്. അവിടുത്തെ മന്ത്രിസഭയിൽ അവർക്ക് അംഗങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി പോലെയാണ് ഹിസ്ബുള്ള അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ ഇനിയും ശക്തമാക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. എന്ത് വില കൊടുത്തും ആ മൃതദേഹം വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയെ മൊസാദ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങളോ വിവരങ്ങളോ നേരത്തെ ഇസ്രായേൽ സർക്കാരിന് നൽകിയിരുന്നിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള അതിശക്തമായ തോതിലുള്ള തിരച്ചിലിനായി, അത് 40 വർഷം കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹത്തിനായി ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും വലിയ തോതിൽ, വിപുലമായ തോതിൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്.